കേരളീയരായ നമുക്ക് ഒരുപക്ഷെ സുപരിചിതമായ ഒരു കാര്യമാണ് ഹൈന്ദവ കുടുംബങ്ങളിൽ നമ്മൾ കേട്ടുവന്നിരുന്ന രാമായണ പാരായണം. വൈകുന്നേരമാകുമ്പോൾ രാമായണം ചൊല്ലുക അവരുടെ ഒരു പതിവായിരുന്നു. ഒരുപക്ഷെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. എന്നാൽ ക്രൈസ്തവരായ നമുക്ക്, കേരളീയരായ നമുക്ക് തത്തുല്യമായ ക്രൈസ്തവമായ ഒരു ഭാഗം ഇതിനുണ്ടോ? അത് സാധ്യമാണോ? ഇഗ്നേഷ്യൻ ആധ്യാത്മികതയുടെ ഒരു പ്രധാന ഘടകമാണ് ആന്തരിക സ്വാതന്ത്ര്യം. ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി താൻ ആയിരിക്കുന്ന സമൂഹത്തിലും സംസ്കാരത്തിലും ദൈവസ്നേഹത്തിലേക്കും മനുഷ്യസ്നേഹത്തിലേക്കും ആൾക്കാരെ നയിക്കുന്നതെന്തും കണ്ടെത്തി ക്രിയാത്മകമായി ഉപയോഗിക്കുവാനായി ശ്രമിക്കുന്നു. അർണോസ് പാതിരിയുടെ പുത്തൻപാന ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഒരു ഈശോ സഭക്കാരൻ എന്ന നിലയിൽ തൻ്റെ നാടും വീടും വിട്ട് കേരളത്തിൽ വന്ന ഇദ്ദേഹം കേരള സമൂഹത്തെ മനസ്സിലാക്കി, സംസ്കാരത്തെ മനസ്സിലാക്കി, ക്രൈസ്തവർക്ക് വേണ്ടി യേശുവിൻ്റെ ജീവചരിത്രം ഒരു കാവ്യമായി അവതരിപ്പിച്ചു. ഇതാണ് പുത്തൻപാനയായി പിന്നീട് മാറിയത്. സങ്കുചിത മനോഭാവങ്ങളും തീവ്ര നിലപാടുകളും എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇഗ്നേഷ്യസ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്കും പ്രാർത്ഥിക്കാം, കൂടുതൽ തുറവിയുള്ളവരാകുവാനും സാംസ്കാരിക അനുരൂപണം വഴി സംസ്കാരത്തെയും സമൂഹത്തെയും ബഹുമാനിക്കുവാനും ദൈവത്തെ പ്രഘോഷിക്കുവാനും ആകുന്ന നല്ല നല്ല വ്യക്തികളായി വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.